നിരവധി വിമാനാപകടങ്ങൾ ഇന്ത്യ കണ്ടു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം ഗുജറാത്തിൽ നടന്നത് 260ഓളം ആളുകൾ മരിക്കുന്ന തരത്തിലേക്ക് പോയ ഒരു വലിയ ദുരന്തമാണ്. ഇത്തരത്തിൽ പലപ്പോഴായി രാജ്യത്ത് നടന്നിട്ടുള്ള വിമാനാപകടങ്ങളിൽ നിരവധി പ്രമുഖരും കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ്. ഈ കഴിഞ്ഞ ദിവസം നടന്നതിൽ വിജയ് റൂപാണി, ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രിയും അതേപോലെ തന്നെ BJP നേതാവുമായിരുന്ന വിജയ് റൂപാണിയാണ്. ആനന്ദിബെൻ പട്ടേലിന്റെ പിൻഗാമിയായിരുന്നു. 2016 മുതൽ 2021 വരെ ഗുജറാത്ത് മുഖ്യമന്ത്രി പദം അലങ്കരിക്കുകയും ചെയ്ത വ്യക്തി കൂടിയാണ്. ഇത്തരത്തിൽ നിരവധി ആളുകൾ പലപ്പോഴായി ഉണ്ടായിട്ടുള്ള വിമാനാപകടങ്ങളിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ്. 1973 മെയ് 31 നടന്നിട്ടുള്ള വിമാനാപകടത്തിൽ രാജ്യത്തിന്റെ തലസ്ഥാനത്ത് നടന്ന അപകടമാണ്. അതിൽ 48 മരണമാണ് സ്ഥിരീകരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇന്ത്യൻ എയർലൈൻസിന്റെ ബോയിങ് വിമാനമാണ് അന്ന് തകർന്ന് വീഴുകയും ചെയ്തത്. അന്ന് കേന്ദ്ര ഖനി മന്ത്രിയായിരുന്ന മോഹൻ കുമാരമംഗലം അടക്കമുള്ള ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്തു. ഇന്ദിരാഗാന്ധി സർക്കാരിലെ ഉരുക്കു മന്ത്രിയായിരുന്നു മോഹൻ കുമാരമംഗലം. 1976 ഒക്ടോബർ 12 സംഭവിക്കുന്ന ഒരു അപകടമാണ്. അത് ഇന്ത്യൻ എയർലൈൻസിന്റെ ഫ്ലൈറ്റ് 171 അപകടത്തിൽപ്പെട്ടത്. അന്ന് നടിയായിരുന്ന റാണി ചന്ദ്രയും അമ്മയും 3 സഹോദരന്മാരുമാണ് കൊല്ലപ്പെട്ടത്. 1980 പിന്നീട് ഒരു അപകടം ഉണ്ടാകുന്നത്. ജൂൺ 23 സഞ്ജയ് ഗാന്ധിയാണ് സഫ്ദർജംഗ് വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന ഉടൻ തന്നെ ഗ്ലൈഡർ തകർന്ന് മരണപ്പെടുകയായിരുന്നു. 1994 ജൂലൈ 9 ആണ് ഇത്തരത്തിൽ സുരേന്ദ്രനാഥ്, പഞ്ചാബ് ഗവർണറായിരുന്ന സുരേന്ദ്രനാഥാണ് അന്ന് കൊല്ലപ്പെടുന്നതെന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ 9 പേർ ഉൾപ്പെടെയുള്ള 12 പേർ ഹിമാചൽ പ്രദേശിലെ പർവ്വതനിരകളിൽ നിന്ന് പറന്നുയർന്ന് മിനിറ്റുകൾക്കകം വിമാനം തകർന്നു വീണ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. 1997 നവംബർ 14 രാജ്യരക്ഷാ സഹമന്ത്രി തന്നെ ഇത്തരത്തിൽ വിമാനാപകടത്തിൽ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. NVN സോമുവാണ് അന്ന് കൊല്ലപ്പെട്ടതെന്നുള്ളതാണ്. 2002 മാർച്ച് 3 ലോക്സഭാ സ്പീക്കർ തന്നെ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായെന്നുള്ളതാണ്. GMC ബാലയോഗിയാണ് ആന്ധ്രയിലെ കൃഷ്ണ ജില്ലയിൽ നടന്ന അപകടത്തിൽ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെ പോയത്. തെലുഗുദേശം ലീഡറായിരുന്നു അദ്ദേഹം. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ബാംഗ്ലൂരിൽ നിന്ന് കരീം നഗറിലേക്ക് യാത്ര ചെയ്യവെയാണ് സഹോദരൻ അമർനാഥിനൊപ്പം വിമാനാപകടത്തിൽ ഇത്തരത്തിൽ നടി സൗന്ദര്യ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായതെന്നുള്ളതാണ്. 2012 മെയ് 14 നടക്കുന്ന ഇത്തരത്തിൽ വിമാനാപകടത്തിലാണ് തരുണി സച്ദേവ്, അറിയപ്പെടുന്ന ഒരു ബാലതാരമായിരുന്നു. 2021 ഡിസംബർ 8 ബിപിൻ റാവത്ത് കൊല്ലപ്പെടുന്ന, സംയുക്ത സൈനിക മേധാവിയായിരുന്ന ബിപിൻ റാവത്ത് കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ടായിരുന്നത്. ഹെലികോപ്റ്റർ അപകടമായിരുന്നു. അന്ന് ലോക്സഭയിൽ സമർപ്പിച്ച പ്രതിരോധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി റിപ്പോർട്ടിലാണ് എയർ ക്രൂവിന് സംഭവിച്ച മനുഷ്യ പിശകാണ് അപകട കാരണമെന്നുള്ള സ്ഥിരീകരണം ഉണ്ടാകുന്നത്. 2021 ഡിസംബർ 8 തമിഴ്നാട്ടിലെ കൂനൂർ മലമുകളിലാണ് ബിപിൻ റാവത്തും ഭാര്യ മധുലിക റാവത്തും യാത്ര ചെയ്തിരുന്ന ഹെലികോപ്റ്റർ തകർന്നു വീണ് ഒരു അപകടം ഉണ്ടാകുന്നതെന്നുള്ളതാണ്.